നമ്മളിവിടെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ട് മക്തൂബുൻ ഫി ഹിക്മത്തി ആലി ദാവൂദ്, ദാവൂദ് കുടുംബത്തിൻ്റെ ഹിക്മത്തിൽ പറയപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുകയുണ്ടായി. വഹബ് ഇബ്നു മുനബ്ബിഹ് താബഈ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം വേദക്കാരുമായി ഇടപഴകി വേദഗ്രന്ഥങ്ങളിൽ പല ഏടുകളും പരിശോധിക്കാനും വായിക്കാനൊക്കെ അവസരം കിട്ടിയ ഒരു താബഈ പണ്ഡിതനാണ് ഇമാം വഹബ് ഇബ്നു മുനബ്ബിഹ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം ആശ്ലേഷിച്ചു വന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ പൂർവ്വപ്രവാചകന്മാരുടെ ആപ്തവാക്യങ്ങളും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിൽ നഷ്ടപ്പെടാതെ വന്നിട്ടുള്ള ലഭിക്കപ്പെട്ടുള്ളതായ ഏടുകളും അതൊക്കെ വായിക്കാനും പരിശോധിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹിക്മത്തു ആലി ദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും കുടുംബത്തിന് നൽകപ്പെട്ട ഹിക്മത്ത് ഉണ്ടല്ലോ, സങ്കീർത്തനങ്ങളും സദുപദേശങ്ങളും ഒക്കെ, അതിൽ പറയപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മളിവിടെ ഇമാം അഹ്മദ് ഉദ്ധരിച്ചത് ശ്രവിച്ചത്. അതെന്താണ്? ഹഖുൻ അലൽ ആഖിലി അല്ലാ യഗ്ഫല അൻ അർബഇ സആത്ത് എന്നാണ്. ഒരു ദിഷണാശാലിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബുദ്ധിരാക്ഷസനെ സംബന്ധിച്ചിടത്തോളം 4 സമയങ്ങൾ, ആ 4 സമയങ്ങളിൽ അയാൾ അശ്രദ്ധമാകാൻ പാടുള്ളതല്ല ഒരിക്കലും. 4 സമയങ്ങളിൽ ഒരു ബുദ്ധിമാൻ തികഞ്ഞ ശ്രദ്ധാലുവായിരിക്കണം എന്നാണ് പറയുന്നത്. ഏതാണ് ആ 4 സമയങ്ങൾ? നമ്മളൊക്കെ അളവിൽ ഈ 4 സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, അൻ അർബഇ സആത്തിൻ എന്ന് പറഞ്ഞിട്ട് സആത്തിൻ യുനാജി ഫിഹാ റബ്ബഹു, ഒരു സമയം റബ്ബിനോടുള്ള മുനാജാത്തിൻ്റെ സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ, അള്ളാഹുമായി രഹസ്യമായി സംവദിക്കുന്നതിൻ്റെ സമയമാണ്. അതൊരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പടച്ച റബ്ബുമായി ഒഴിഞ്ഞിരിക്കുന്ന, എന്നിട്ട് അള്ളാഹുമായിട്ട് സംസാരിക്കുക, അവനോടുള്ള ദിക്റിൽ, അവനുള്ള ശുക്റിൽ, അവനുള്ള ഖുർആൻ പാരായണത്തിൽ, അങ്ങനെയൊക്കെ സജീവമാവുക. പണ്ടൊരു പൂർവികൻ പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യും, അള്ളാഹു എന്നോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹം മൂത്താൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ സംസാരം ഇങ്ങോട്ട് കിട്ടാൻ ഖുർആൻ ഓതുക, അള്ളാഹിനോട് സംസാരിക്കാൻ അങ്ങോട്ട് ആഗ്രഹം മൂത്തുണ്ടെങ്കിൽ ദുആ ചെയ്യുക, അല്ലേ? മുനാജാത്തുർ റബ്ബ്, റബ്ബിനോടുള്ള സംഭാഷണം അതിങ്ങനെയാണ്. അതിന് സമയം കാണണം എന്നുള്ളതാണ് ഒന്നാമത്തേത്. വസാഅത്തിൻ, രണ്ടാമത്തെ സമയം അതെന്താ? യുഹാസിബു ഫിഹാ നഫ്സഹു, ഒരു വ്യക്തി ആത്മവിചാരണ നടത്തുക. ആത്മവിചാരണ നടത്താനുള്ളൊരു ടൈം അത് ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. അതൊരിക്കലും ആ സമയത്ത് തൊട്ടൊരു വിശ്വാസി അശ്രദ്ധമാകാൻ പാടുള്ളതല്ല. ഇതാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സാരോപദേശങ്ങളിൽ, സതുപദേശങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഷയം. മൂന്നാമത്തേത് വസാഅത്തിൻ യഖ്ലു ഫിഹാ ബി ഇഖ്വാനിഹി വഖില്ലാനിഹി, സഹോദരങ്ങളോട്, കൂട്ടുകാരോട് ഒഴിഞ്ഞിരിക്കുവാനുള്ള ഒരു സമയം. അതും ഒരു ബുദ്ധിജീവിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. എങ്ങനെ സഹോദരങ്ങളോട് എങ്ങനെ കൂടിയിരിക്കേണ്ടത്? യദ്കുറൂനഹു ബിഉയൂബിഹി വയസ്ദഖൂനഹു അൻ നഫ്സിഹി എന്നാണ്. സഹോദരങ്ങളോട് കൂടിയിരിക്കേണ്ടത് ആ സഹോദരങ്ങൾ തൻ്റെ കുറവുകളെക്കുറിച്ച്, തൻ്റെ ന്യൂനതകളെക്കുറിച്ച് തന്നോട് പരാമർശിക്കുന്ന, തനിക്ക് ഉണർത്തി തരുന്ന സഹോദരങ്ങൾ, തന്നെ പുകഴ്ത്തി പ്രശംസിച്ച് ഗഗനസീമയിലെത്തിക്കുന്ന അങ്ങനത്തെ ആളുകളല്ല. പിന്നെയോ തൻ്റെ കുറവുകൾ പറഞ്ഞ് തന്നെ പരിഹരിക്കുന്ന, തൻ്റെ കുറവുകളെക്കുറിച്ച് ഉണർത്തി തന്നെ നികത്തുന്ന സഹോദരങ്ങളോട് കൂടിയിരിക്കുവാൻ ഒരു വിശ്വാസിക്ക്, ഒരു ബുദ്ധിമാന് സമയമുണ്ടാകണം. ആ സമയത്ത് തൊട്ടും ഒരാൾ അശ്രദ്ധമാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ വസാഅത്തിൻ, മറ്റൊരു സമയം യുഹല്ലി ഫിഹാ ബൈന നഫ്സിഹി വബൈന ലദ്ദാതിഹ ഫിമാ യഹല്ലു ലഹു വയുജ്മിലുഹു എന്നാണ്. പിന്നെ മറ്റൊരു സമയം, ആ സമയത്ത് അയാൾ തനിക്ക് അനുവദനീയമായ ആസ്വാദനങ്ങൾ, തന്നെ അലങ്കൃതമാക്കുന്ന ആസ്വാദനങ്ങൾ, അതിനുവേണ്ടി തനിച്ചിടുന്ന സമയം എന്ന് പറഞ്ഞെങ്കിൽ അനുവദനീയമായ സുഖാസ്വാദനങ്ങൾക്ക് ഉള്ള സമയം. ആ സമയം, ആ സുഖാസ്വാദനങ്ങൾ, അനുവദനീയമായ അനുഭവങ്ങൾ, അതിൽ രതിക്രീഡകൾ വരെ അതിനുള്ള സമയം, അതും ഒരു വിശ്വാസി അശ്രദ്ധമാകാൻ പാടുള്ളതല്ല. ഈ 4ാമത്തെ ടൈം, അതിൻ്റെ പ്രാധാന്യം എന്താ? ഈ 4ാമത്തെ ടൈം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തിയെങ്കിലേ മറ്റ് 3 സമയങ്ങൾക്ക് നമുക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന്, അതേപോലെ ആത്മവിചാരണക്ക്, സഹോദരങ്ങൾ തൻ്റെ അയ്ബുകൾ പറയുവാനോ ആ സമയത്തിലേക്ക് ഒഴിഞ്ഞിരിക്കാനൊക്കെ ഒരു വ്യക്തിക്ക് എപ്പോഴാണ് അവസരം ഉണ്ടാകുക? ഈ ശരീരത്തിന് അനിവാര്യമായും വേണ്ടതാണെന്ത്? ചില സുഖങ്ങൾ, ചില ആസ്വാദനങ്ങൾ. അത് അനുവദനീയമായത്, തന്നെ അലങ്കൃതമാക്കുന്നത്, മാനക്കേട് വരുത്താത്ത രീതിയിൽ തനിക്ക് അനുവദനീയമായ സുഖാസ്വാദനങ്ങൾ, അതിന് സമയം കണ്ടെങ്കിലേ മറ്റുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ അവസരം ഉണ്ടാകൂ എന്നുള്ളത്. فمن شاء اتخذ إلى ربه سبيلا